വെൽക്കം ടു ദ ബ്രാൻഡ് എപ്പിസോഡ് 5 channel. മൈ നെയിം ഈസ് പാച്ചു. നമ്മൾ അൺബോക്സ് ചെയ്യാൻ ഒരു ഡാറ്റ കേബിൾ ആണ്. മറ്റുള്ള ഡാറ്റ കേബിളായിട്ട് വ്യത്യസ്തമായ ഒരു ഡാറ്റ കേബിളാണ് എക്സ് കേബിൾ. ഇതിന് അൺബോക്സിംഗ് ഫുൾ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കലും കൂടി സ്വാഗതം. ഹൈടെക്കിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് ഒന്നുമില്ല, നമ്മൾ പ്രോഡക്റ്റ് ഒറ്റ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അൺബോക്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് എക്സ് കേബിൾ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം പേര് വരുന്നത്. 360 കേബിളാണ്. നിങ്ങൾക്ക് ഇത് ഈസിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഡാറ്റ കേബിളിനെക്കാട്ടും മികച്ച ഡാറ്റ കേബിൾ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കണക്ടറാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് മാഗ്നറ്റഡ് ആണ് വരുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഈ സൈഡിൽ 360 ഡാറ്റ കേബിൾ മാഗ്നറ്റ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡിലും മാഗ്നറ്റ് ഡാറ്റ കേബിൾ 360 ആൻഡ് മാഗ്നറ്റഡ് ആണ് വരുന്നത്. ആൻഡ് വൺ ഹാൻഡ് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഊരാനും പറ്റും. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജർ ഡാറ്റ കേബിൾ എന്ന് പറയുന്നുണ്ട്. ആൻഡ് സേവ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സേവ് ടൈം കൊടുക്കാൻ അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളൊരു ഫോണിൽ ചാർജ് കുത്തിയേക്കാൻ ഡാറ്റ കേബിൾ കുത്തി പോർട്ടിൽ കുത്തണം. പെട്ടെന്ന് എന്തെങ്കിലും തിരക്കായിട്ട് നമുക്ക് പോകാമെന്ന് വന്നു കഴിഞ്ഞാൽ ഊരനും നോക്കി കണ്ടിട്ട് ഊരില്ലെങ്കിൽ ആ ഒരു ഡാറ്റ കേബിൾ പൊട്ടാനും നമ്മളെ പോർട്ട് പൊട്ടാനും സാധ്യത കൂടുതലാണ്. ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഈ ഒരു പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ടൈപ്പ് സി വരുന്നുണ്ട്, നോർമൽ ഐഫോണിൻ്റെ പോർട്ട് വരുന്നുണ്ട്, ആൻഡ് USB ടൈപ്പ് പോർട്ടും വരുന്നുണ്ട്. ഒരു മാഗ്നറ്റഡ് ആണ് വരുന്നത്. രണ്ടും വരുന്നത് ഏറ്റവും സ്മോളായൊരു പിന്നാണ് വരുന്നത്. രണ്ടും മാഗ്നറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ കേബിളാണ് കിട്ടുന്നത്. ഡാറ്റ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ 1 ലെങ്ത് മീറ്റർ വരുന്ന ഒരു ഡാറ്റ കേബിളാണ്. ആൻഡ് നിങ്ങൾക്കിത് ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ടൈപ്പ് പ്രോഡക്റ്റ് തന്നെയാണ്. ഒരു പ്രൈസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും കൊടുക്കാം. നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യാം. ആൻഡ് ഇത്രയും ഒരു 3 കൗണ്ടർ പിന്നാണ് നമുക്ക് വരുന്നത് എക്സ്ട്രാ ആയിട്ട്. ടൈപ്പ് സിം, അതുപോലെ തന്നെ നോർമൽ USB ടൈപ്പും പിന്നെ ഐഫോൺ ടൈപ്പും പോർട്ടാണ്. ഏറ്റവും ചെറിയൊരു പോർട്ടും കാര്യങ്ങളാണ് വരുന്നത് അതെന്ന് പറയാം. ആൻഡ് ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ചാർജിൽ കുത്തിയിട്ട് നമ്മൾ എടുത്തുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്ത് നോക്കി കണ്ടില്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യത ഉള്ള. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സാധനം നമ്മൾ പോർട്ടിൽ കുത്തുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഊരേണ്ട ആവശ്യമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB ടൈപ്പാണ് ഇവിടെ വരുന്നത്. ഒരു സ്റ്റീൽ ബോഡി ഇതിലാണ് വരുന്നത്. ഒരു ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി ഫീലിംഗ് ടൈപ്പാണ്. പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല വരുന്നത്. ഇവിടെ ആയിട്ട് വയർലെസ് ചാർജിൻ്റെ ഒരു മാഗ്നറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് LED ലൈറ്റ്സ് ഉണ്ട്. കാണിച്ചു തരാം എങ്ങനെയാണ് ബ്ലിങ്ക് ലൈറ്റ് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഓവറോൾ നമ്മളൊരു ചാർജിൽ കുത്താൻ പോവാണ്. ഓവറോൾ 1 ലെങ്ത് മീറ്റർ വരുന്നുണ്ട് ഈ ഒരു വയറിന് നീളം കാര്യങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല അറിയാം. ഈ ഒരു പോർട്ട് നമ്മൾ നേരിട്ട് നമ്മൾ 2 ആംപിയറിൻ്റെ ERD ചാർജർ ഉണ്ട്. ഈ ഒരു ചാർജറിൽ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ചാർജിങ് ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു USB ടൈപ്പ് ചാർജിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ കുത്തുന്നതാണ്. ഈ ഒരു ഭാഗം നമ്മൾ കുത്തിയാൽ നേരിട്ട് നമ്മൾ ചാർജിങ് ഇടയിൽ കുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ ലൈറ്റ് കത്തുന്ന കാണാം. നിങ്ങൾക്ക് ബ്ലൂ കളർ LED ലൈറ്റ്സ് കത്തുന്ന കാണാം. അതിങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് ഫോൺ, നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോണും വ്യത്യസ്ത സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒന്നുകിൽ ടൈപ്പ് സി ആയിരിക്കും, ഒന്നുകിൽ USB ടൈപ്പാണ്, അല്ലെങ്കിൽ ഐഫോണിൻ്റെ പോർട്ടാണ് വരുന്നത്. എൻ്റെ ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് സി പോർട്ട് വരുന്ന പിന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ എടുത്തതിൻ്റെ ശേഷം ആ ഒരു ഭാഗം എങ്ങനെയാണ് നോക്കി കറക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വളർത്താൽ മതി. അത് ഈസിലി ഇരിക്കുന്നതാണ്. അതുപോലെ USB ടൈപ്പാണ് നോക്കി കണ്ടിട്ട് വെക്കുക. കറക്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പോർട്ട് അടക്കം പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രസ്സായി അവിടെ ഇരുന്നു. പിന്നെ അത് എങ്ങനെ വിളിച്ചാലൊന്നും പോരില്ല. നിങ്ങളത് അമർത്തിയിട്ട് ഊരിയാൽ മാത്രമേ പോരുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് ഈ ഒരു മാഗ്നറ്റിൻ്റെ ചാർജർ ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മാഗ്നറ്റ് നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ ഇവിടെ വെച്ച് നമ്മൾ 1 ഹാൻഡിൽ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കയറാനായി. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയാം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മൾ ഡാറ്റ കേബിളിൽ കുത്തി എടുത്ത് പിന്നെ കുത്താൻ നിന്ന് പിന്നെ അത് എടുക്കണം. പിന്നെ ഊരാനും സിമ്പിളായിട്ട് ഊരാം. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റും ഇതൊക്കെ താങ്ങും. ഈ ഒരു ഭാഗം നമ്മൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റേതിൽ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടൊന്നുമില്ല, അതുകൊണ്ട് ഊരിപ്പോരുള്ളൂ. പക്ഷേ മറ്റേതിനെ അപേക്ഷിച്ചിട്ട് അങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഡാറ്റ കേബിളും പൊട്ടും ചെയ്യും, നിങ്ങളുടെ ഫോണിൻ്റെ പോർട്ട് പണി കഴിയുകയും ചെയ്യും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടിൽ നിന്ന് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം. അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ്. ഫാസ്റ്റ് ചാർജിങ്ങും കൂടിയാണ്. നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. ആൻഡ് ഈസിലി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് താങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്രയും നല്ലൊരു ഹൈ ക്വാളിറ്റി മാഗ്നറ്റിൽ നിന്ന് പറയാം ഹോൾഡ് ചെയ്യുന്നത് വെക്കാമെന്ന് പറയാം. നിങ്ങൾ പൊന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാർജറിൻ്റെ പോർട്ടിൽ നിന്ന് അകത്താൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓവറോൾ ഒരു ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ട്രിമ്മറാണ്. ഈ ട്രിമ്മറിൻ്റെ പോർട്ട് വരുന്നത് നോർമൽ USB ടൈപ്പ് പോർട്ടാണ്. ആ പോർട്ടിൻ്റെ ഒരു പിന്നി ഞാൻ എടുത്തിട്ട് ഇതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിന് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ സ്പീക്കറോ എന്തിനും വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പാട്ടിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നതില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുത്തി കഴിഞ്ഞാൽ ചാർജ് കയറുന്നത് കാണാം. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ്, നല്ലൊരു ക്വാളിറ്റി ടൈപ്പ് പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത് എൻ്റെ Note 8 Proയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ആ ഒരു ചാർജർ വെച്ചിട്ട് ഈ ഒരു ഡാറ്റ കേബിൾ കുത്തിയിട്ട് എക്സ് ഡാറ്റ കേബിൾ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറുന്നുണ്ട്, പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചാർജ് കയറുന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളാണ്. 2 ആംപിയർ ചാർജിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ കയറുന്നുണ്ട്, പ്രോബ്ലം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ട്രിമ്മറിൻ്റെ വെയിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു ഫാസ്റ്റ് ആയ ഒരു പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഈ ഒരു എക്സ് കേബിൾ എന്ന് പറയാം, നല്ലൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ട്രിമ്മറിൽ ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വൺ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഫോണിലേക്ക് ചാർജ് ചെയ്യാം. ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടൈപ്പ് സിയും USB ഐഫോൺ പോർട്ട് വരുന്ന ഏതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇപ്പോൾ പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ വെച്ച് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ Note 8 Proൻ്റെ ബാക്ക് സൈഡിലെ പൗച്ചാണ്. നല്ലൊരു ക്വാളിറ്റി ടൈപ്പ് പൗച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൗച്ചാണ്. ഇനി ഈ ഒരു പൗച്ചിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 രീതിയിലൊരു കവറേജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നന്നായിട്ട് നിങ്ങൾ ഗ്ലാസ്സാണ് ബാക്ക് സൈഡിൽ Note 8 Pro തന്നെ. ഈ ഒരു സൈഡിൽ നിങ്ങൾ നിലത്ത് വീഴുകയാണെങ്കിൽ നന്നായി പ്രൊട്ടക്ഷൻ തരുന്ന നല്ലൊരു ക്വാളിറ്റിയാണ് പ്രോഡക്റ്റാണെന്ന് പറയാം. ബാക്ക് സൈഡിൽ മാഗ്നറ്റഡ് വരുന്നുണ്ട്, നിങ്ങൾക്ക് മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനൊരു സ്റ്റാൻഡും കാര്യങ്ങളും വരുന്നുണ്ട്, നിങ്ങൾക്ക് മൂവി കാണാനും അതിനൊക്കെ നല്ലൊരു ഇതാണെന്ന് പറയാം. അതിന് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം ഒരു എഡ്ജ് കൂടുതലാണ്, നിങ്ങൾക്ക് അഥവാ ഫ്ലൈറ്റ് ആയ സ്ഥലത്ത് വീഴുകയാണെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്തായാലും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ആൻഡ് ബ്ലാക്ക് കളർ ആൻഡ് ബ്ലൂ കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെ ലിങ്കും കാര്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ അൺബോക്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ചവിട്ടിയിട്ട് ഒടിച്ചിട്ട് ഓടിക്കുക. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റ് ടെക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ഹൈ ടെക് ചാനൽ സൈനിങ് ഓഫ്. ബൈ.